ഈ അയ്യപ്പ ഭക്ത സംഗമം അയ്യപ്പന്മാരോടുള്ള സ്നേഹമോ അതോ ശബരിമലയോടുള്ള സ്നേഹമോ അതോ വേറൊരു വോട്ട് ബാങ്കിലേക്ക് കണ്ണു നട്ടുള്ള സ്നേഹമാണ്? ഇതിൽ ഇലക്ഷന് മുമ്പായതുകൊണ്ട് വോട്ടിൽ കണ്ണു നട്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു മാസ്റ്റർ പ്ലാനും ആ മാസ്റ്റർ പ്ലാനിനെ ചുറ്റിപ്പറ്റി കുറച്ച് സാമ്പത്തിക ഇടപാടുകളും കൂടി അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ശബരിമലയുടെ ഗുണത്തിനാണോ ദോഷത്തിനാണോ വരിക എന്നുള്ളത് അത് പൂർണ്ണമായും പുറത്തു വന്നാലേ അറിയാൻ കഴിയുള്ളൂ. ശബരിമലയെ ഒരു കൊമേഴ്സ്യലൈസേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കാനനവാസ അയ്യപ്പന് ഒരു തിരിച്ചടിയായിരിക്കും. അയ്യപ്പൻ്റെ സാങ്ക്ടിറ്റി നിലനിൽക്കുന്നത് ആ 18 മലകൾ ചേർന്ന പൂങ്കാവനം, അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് പറയുന്ന പവിത്രമായ പ്രകൃതിയിലാണ് നിലനിൽക്കുന്നത്. കാരണം തത്വമസി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നീയാകുന്നു, അല്ലെങ്കിൽ നീ അതാകുന്നു. അതായത് പ്രകൃതിയും അല്ലെങ്കിൽ പ്രപഞ്ചവും നീയും ഒന്നാകുന്നു എന്ന് പറയുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പൻ ശബരിമലയിൽ നിലകൊള്ളുന്നത്. ആ പ്രദേശത്തേക്ക് നമ്മൾ വ്രതമെടുത്ത് അങ്ങനെ കാനന മധ്യത്തിലൂടെ പോകുമ്പോൾ നാം മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരു റിഫോമിന് തയ്യാറാകുക. ഈ റിഫോമാണ് ശബരിമലയെ ലോകത്തെ ഏത് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മളിപ്പോൾ കൈലാസത്തിലേക്ക് പറയുമല്ലോ, കൈലാസത്തിലെ മാനസരോവറിൽ പോകുമ്പം മഞ്ഞുമലകൾ താണ്ടി കോച്ചുന്ന തണുപ്പത്ത് ട്രക്കിങ്ങിലൂടെ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ മാനസരോവറിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ആ വ്യക്തികൾക്കുണ്ടാകുന്നതാണ്. അത് ശാരീരികവും മാനസികവും ആത്മീയവുമായി ചേരുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത്. അത് നമ്മളൊരു കൊമേഴ്ഷ്യൽ സെൻ്ററാക്കി കൈലാസത്തിനെ ആയാലും അയ്യപ്പൻ്റെ സന്നിധാനത്തിനെയോ അല്ലെങ്കിൽ പമ്പയെ ആയാലും മാറ്റുമ്പോൾ നമ്മൾ ആ കാട്ടിലൂടെ പോകുന്ന കാട് അല്ലെങ്കിൽ കാനന ഭംഗി ആസ്വദിച്ച് നമ്മൾ പോകുന്ന അയ്യപ്പനെ കാണുന്നതും കൊമേഴ്സ്യൽ സെൻറ്ററിലൂടെ പോകുന്ന അയ്യപ്പനെ കാണുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ അത്യാധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്ന് പല വ്യക്തികൾക്കും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടി തന്നെയായിരിക്കും. എല്ലാം ഭക്തിയാണെന്ന് പറയും, പക്ഷേ ഭക്തി മാത്രമായിരിക്കുമോ എന്നുള്ളത് നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുക. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും, ലാഭം എടുക്കാനാണ്, നമുക്കറിയാതെ എടുത്തോട്ടെ. കണ്ണൂർ എയർപോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും വിഴിഞ്ഞം തുറമുഖത്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതൊക്കെ തന്നെയാണ്, എടുത്തോട്ടെ. പക്ഷേ ഇത് സാമ്പത്തിക ലാഭത്തിനല്ല. സാമ്പത്തിക ലാഭം നടത്തി അവസാനം ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് അയ്യപ്പൻ്റെ മുമ്പിൽ വന്ന് എല്ലാം കരഞ്ഞ് കേണപേക്ഷിച്ച് മാനസിക പരിവർത്തനം വരണം, ആത്മീയ ശാന്തി കിട്ടണം, മാനസിക ശാന്തി കിട്ടണം, ശരീരത്തിന് ഉന്മേഷം കിട്ടണം എന്നൊക്കെ വിചാരിച്ചാണ് ഇവിടെ കോടിക്കണക്കിന് ആളുകൾ വരുന്നത്. അവരെ തിരിച്ച് ടൗൺഷിപ്പിലേക്കും വ്യാവസായിക വാണിജ്യ വ്യാപാര ഇടപാടുകളിലേക്കും കൊണ്ടുപോകുമ്പോഴാണ് അത് ഏത് വേണമെന്ന് ആലോചിക്കുന്നത്. ഇതിൻ്റെ ലിമിറ്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പം ഈ NSS ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്തുണ കൊടുത്തു, SNDPയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിന്നാലെ പലരും വരും, ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ വരും. അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളെ മുഴുവൻ ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് അതാണ് നമ്മൾ വോട്ട് ബാങ്കിൽ ലക്ഷ്യമിടുന്നല്ലോ എന്ന് പറയുന്നതിൻ്റെ കാരണം. അതെ, തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് കേരളത്തിലെ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹിന്ദുവിൻ്റെ വോട്ട് എവിടെയെങ്കിലും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ചില കാരണങ്ങളുണ്ട്. അത് 1983 നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഹിന്ദുവിന് ആരുമില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. അപ്പോൾ കരുണാകരൻ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ശക്തമായി നിന്നുകൊണ്ട് നിലയ്ക്കലിൽ പള്ളി പണിയണം എന്ന ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നിന്ന മുഖ്യമന്ത്രിയാണ്. അന്ന് അതിനെ ചെറുക്കാൻ ആരുമില്ലായിരുന്നു, ഹിന്ദുക്കളുടെ ഇടയിൽ ആരുമില്ലായിരുന്നു എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. കാരണം കരുണാകരൻ എടുത്തു ചോദിച്ചത് അതാണ്, ഹിന്ദുവിന് ആരുണ്ട്. അപ്പോൾ ആ ചോദ്യമാണ് ഹിന്ദുവിനൊരു സംഘടനാബോധം വേണമെന്നും ഹിന്ദുവിനൊരു ഐക്യം വേണമെന്നും ക്രിസ്ത്യൻ സഭകൾ അവരെ സംരക്ഷിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ മുസ്ലിമിനെ സംരക്ഷിക്കുന്നത് പോലെ
ഹിന്ദുവിന് ഒരു സംരക്ഷണ കവചം വേണമെന്ന് ഹിന്ദു ആദ്യമായിട്ട് ചിന്തിച്ചത് അപ്പോഴാണ്. പക്ഷെ ആ ചിന്തകൾ നമ്മൾ പുറത്തു വന്നത് 1984 തിരുവനന്തപുരത്ത് ഇലക്ഷനിൽ ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞൊരു സംഘടന തട്ടിക്കൂട്ടി അതിൻ്റെ പേരിൽ കേരളവർമ്മ എന്ന ഒരു ആളെ നിർത്തി തെങ്ങടയാളത്തിൽ വോട്ട് ചോദിച്ചപ്പോൾ ജനങ്ങൾ കൊടുത്തത് 1,10,000 വോട്ടാണ്. അന്നേ വരെ കേരളത്തിൽ ഒരു ഹിന്ദു സംഘടനയ്ക്കും, ജനസംഘം ഉൾപ്പെടെ ഒരു ഹിന്ദു സംഘടനയ്ക്കും പോലും കിട്ടുന്നതിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസാണ് ആ തട്ടിക്കൂട്ട് സംഘടനയ്ക്ക് പോലും ഉണ്ട്. അത് അപ്പോൾ തട്ടിക്കൂട്ടിയതാണ്, ഇലക്ഷന് മുമ്പായിട്ട് തട്ടിക്കൂട്ടിയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഘടനയാണ്. ഹിന്ദുവിന് ആളുണ്ട് എന്ന് കാണിച്ചു കൊടുത്തതും ഹിന്ദുവിന് ആളുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ടും ഉണ്ട് എന്ന് പറയുന്ന വിധത്തിലാണ് തിരുവനന്തപുരത്ത് അന്ന് 1,10,000 പേര് വോട്ട് ചെയ്തത്. ഇത് ചൂണ്ടുവലയായിക്കൊണ്ടാണ് EMS പറഞ്ഞത് നമുക്ക് ഇത് അവസാനിപ്പിക്കണം, എന്നിട്ട് നമുക്ക് അഖിലേന്ത്യാ മുസ്ലിമിനെ അവിടുന്ന് ഓടിക്കണം, പിന്നെ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസിനെയും മാറ്റണം, എന്നിട്ട് നമുക്ക് ഒരു ഇടത് മതേതര ജനാധിപത്യ ശക്തി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ 87 ഇലക്ഷൻ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ഷനിൽ നിന്നാണ് 87 CPM, CPI, RSP എന്നിവരെയൊക്കെ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ജനതാദൾ, അന്നത്തെ പിന്നെ സോഷ്യലിസ്റ്റുകാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുകയും 82 സീറ്റുമായി VK നായനാർ അധികാരത്തിൽ വരികയും ചെയ്തു. അന്ന് EMS മനസ്സിൽ കണ്ടിരുന്നതാണ് ഒരിക്കലും CPM ഇനി തിരിച്ച് ഏതെങ്കിലും മതത്തിൻ്റെ സൈഡ് പറയുന്ന രീതിയിലേക്ക് പോകരുത്, പോയാൽ നമുക്ക് അടി കിട്ടുമെന്ന്. അതാണ് പിന്നീട് ഈ ശബരിമല യുവതി പ്രവേശവുമായി വന്ന് പ്രഷറൈസ് ചെയ്തപ്പോൾ വീണ്ടും അത് 19 കിട്ടിയത്. 19 പത്തി മടക്കുന്ന അടി കിട്ടിയത്. ഒരു നരി മാത്രമാണെന്ന് ജയിച്ചു. CPM തുറന്ന് സമ്മതിച്ചൊരു കാര്യമാണ്. അതിന് അവരുടെ എല്ലാ രേഖകളും ഉണ്ടല്ലോ. പാർട്ടി രേഖകളിൽ മുഴുവൻ ഹിന്ദു വോട്ട് എങ്ങനെ ചോർന്നു എന്നുള്ളതിൻ്റെ കാരണമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കറക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ BJP ഇത്രത്തോളം സ്പേസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഒരു ഹൈന്ദവ സമ്മേളനമോ അയ്യപ്പ ഭക്ത സംഗമമോ നടത്തിയാൽ ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല, നമ്മൾ ഏത് വിഷയം ഹിന്ദുവിന് വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ശബരിമലയിൽ ഒരു ഉത്സവം പോലെ ഒരു പരിപാടി നടത്തിക്കൊണ്ടോ, ഗുരുവായൂർ പോയി മറ്റൊരു ഉത്സവം സർക്കാർ സംഘടിപ്പിച്ചുകൊണ്ടോ ഹിന്ദുക്കളിൽ അതൊരു മാറ്റമുണ്ടാക്കാൻ പര്യാപ്തമായ ഒരു സംഗതി ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹിന്ദുക്കളിൽ മാറ്റം വരണമെങ്കിൽ ആദ്യമായിട്ട് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് ഇന്നത്തെ സംവിധാനത്തിൽ മതിയോ? കൂടുതൽ ഹിന്ദു ഭക്തരെ അല്ലെങ്കിൽ ഹിന്ദു ദൈവവിശ്വാസികളെ കൂടി ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയായി മാറണ്ടേ? അവിടെയാണ് ചോദ്യം. അല്ലാതെ ഒരു അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് അയ്യപ്പൻ്റെ സന്നിധാനത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലരുമായി സംസാരിച്ചപ്പോൾ, പല ഹൈന്ദവ സംഘടനകളുമായി പോലും സംസാരിച്ചപ്പോൾ, ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം ആരാധനാ സംബന്ധമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ മുഴുവൻ സർക്കാർ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് BJP അടക്കമുള്ള സംഘപരിവാർ, BJPയും സംഘപരിവാർ സംഘടനകളും പറയുന്നത് അതാണ്. നാസ്തികർ ക്ഷേത്രത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. എന്നിട്ട് അവർ നിശ്ചയിക്കുന്ന തെട്ടൂരമനുസരിച്ച് അവിടെ താന്ത്രികളും പിന്നെ ആരാണോ പുരോഹിതർ അവരും പിന്നെ ക്ഷേത്ര കാര്യക്കാരും പ്രവർത്തിച്ചു കൊള്ളണം എന്ന് വരുന്നു. ദേവസ്വം ബോർഡ് ഇതിനല്ല ഉണ്ടാക്കിയതെന്നാണ് അവരുടെ വാദം. അതായത് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് തിരിച്ചാണ്. തന്ത്രികൾ അല്ലെങ്കിൽ അവിടുത്തെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ, ഭക്തർ നിശ്ചയിക്കുന്ന, ആഗ്രഹിക്കുന്ന, വിധിപ്രകാരമുള്ള, ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു കാറ്റലിസ്റ്റിക് ഏജൻ്റായിട്ട് ഹൈന്ദവ സംഘടനകൾക്ക് കൂടെ നിൽക്കുന്ന ഒരു സംഘടനയായിരിക്കണം ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി സർക്കാർ ഇതിൻ്റെ ഒരു ഏജൻസിയായി മാറുകയും ദൈവവിശ്വാസം പോലും ഇല്ലാത്തവർ, ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്തവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. ഇത് ഒരു മുസ്ലിം, ക്രിസ്ത്യൻ അല്ലെങ്കിൽ സിഖ് സംഘടനയിൽ അവരെ സമ്മതിക്കുമോ, അല്ലെങ്കിൽ അവരുടെ ദേവാലയത്തിൽ സമ്മതിക്കുമോ എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ചോദിക്കുന്നത്. ഇത് ഹിന്ദുവിനോട് മാത്രമല്ലേ ഇത് പറ്റുള്ളൂ. എനിക്ക് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മോസ്കിൻ്റെ ഭരണം ആർക്കെങ്കിലും നടത്താൻ പറ്റുമോ? എനിക്ക് ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുടെ ഭരണം ഏതെങ്കിലും ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിയുമോ? സിഖ് ഗുരുദ്വാരയുടെ ഭരണം ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ പ്രസക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകുന്നവർ, ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളാകുന്നവർ, ഞാൻ ഹിന്ദു വിശ്വാസിയാണ്,
ഹിന്ദുവിൻ്റെ എല്ലാ ദൈവങ്ങളിലും ആരാധനയിലും പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ്, അതിനുവേണ്ടി ഞാൻ നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വേണം ആ സ്ഥാനം ഏറ്റെടുക്കാനെന്നാണ് ഇപ്പോൾ പല ഹൈന്ദവ സംഘടനക്കാരും പറയുന്നത്. അല്ലാതെ വരുമ്പോഴാണ് ഇതിന് പ്രശ്നം വരുന്നത്. ഇത് ഒരു വലിയ ഡിബേറ്റ് വിഷയമായിട്ട് വരികയാണ്. ഇത്തരം വിഷയങ്ങളിലാണ് ഹിന്ദുവിൻ്റെ വോട്ട് എങ്ങനെ നേടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഹിന്ദുവിന് അനുകൂലമായി ചിലത് ചെയ്യുമ്പോൾ, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അനുകൂലമായി ചെയ്യുമ്പോൾ, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്ക് അനുകൂലമായി ചിലത് ചെയ്യുമ്പോൾ അതവരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതാകുമെങ്കിൽ, ആത്മീയമായി കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നതാകുമെങ്കിൽ, അവർക്ക് മാനസിക ശാന്തി നൽകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടും. അല്ലെങ്കിൽ ഗിമ്മിക്കായി കണ്ട് വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ചിലപ്പം വിപരീത ഫലവും ഉണ്ടാവാം. പ്രത്യേകിച്ച് ഈ ഇന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് മറ്റ് ചില ഹൈന്ദവ സംഘടനകൾ പറയുമ്പോൾ വരുന്നതാണ്. SNDPയും NSSും അവിടെ പോയി എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാരവാഹികൾ പോയി എന്ന് പറഞ്ഞതുകൊണ്ട് അണികൾ പോകുമോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. SNDPയും NSSും എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു കേഡർ സംഘടനയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ പാർട്ടി സെക്രട്ടറി പോയി കഴിഞ്ഞാൽ താഴത്തെ ബ്രാഞ്ച് മെമ്പർ വരെ കീ ജയ് പറഞ്ഞു പോകും. പക്ഷേ NSSൻ്റെ സുകുമാരൻ നായർ പോയാൽ, അല്ലെങ്കിൽ SNDPയുടെ ഒരു നേതാവ് പോയി എന്ന് പറഞ്ഞാൽ എല്ലാ SNDPക്കാരും NSSകാരും കീ ജയ് വിളിക്കണമെന്നില്ല. ഇന്നുവരെയും ഉള്ള അനുഭവം അതാണ്. അതുകൊണ്ട് അവരും വളരെ ആലോചിച്ചാണ് പലപ്പോഴും ചെയ്യാറ്. പൊതുവികാരങ്ങൾക്കനുസരിച്ച് അവരുടെ നിലപാടുകൾ മാറ്റിയും മറിച്ചും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ പറയുകയുണ്ടായി, ആചാരാനുഷ്ഠാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചടങ്ങുകൾക്കായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പങ്കെടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം അത് കൂട്ടിച്ചേർത്തു, ഒരു അടിവരയിട്ട് വേറൊരു സ്ഥാനം കൂടെ ചേർത്തു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് സാധാരണ നായന്മാരുടെ ചിന്ത ഇങ്ങനെ അല്ല എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില പ്രകമ്പനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് SNDPയിലും ഉണ്ടാവും. അപ്പോൾ അവിടെയും അവർ ചില പുനർചിന്തനങ്ങളോ പുനർഭാഷ്യങ്ങളോ ഒക്കെ മുന്നോട്ട് വയ്ക്കാം. അതിന് സർക്കാർ വശംവദരാകേണ്ടിയും വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സർക്കാരിൻ്റെ ഒരു പരിപാടിയായിട്ട് നടത്തിയാൽ സർക്കാരിന് ഒരിക്കലും ഇത് അവരുദ്ദേശിച്ച ഫലത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. എന്തായാലും വോട്ട് നേടലാണ് ഉദ്ദേശമെങ്കിൽ അതിനുള്ള സാധ്യത തുലവും വിരളമാണ്. പിന്നെ മുറിവുണക്കാൻ ചിലപ്പോൾ കഴിയുന്നതായിരിക്കും. നല്ല രീതിയിലാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെങ്കിൽ ചില മുറിവുകൾ ഉണക്കാൻ, നിങ്ങൾ ഹിന്ദുവിൻ്റെ വിരോധിയാണ്, അയ്യപ്പന് ദ്രോഹം ചെയ്തവരാണ്, അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം തകർത്തവരാണ് എന്നൊക്കെ പറയുന്നതിനെ ഒന്ന് വായടപ്പിക്കാൻ, അങ്ങനെ ഒന്ന് മുറിവുണക്കാൻ ചിലപ്പോൾ ഇതിന് കഴിഞ്ഞെന്നിരിക്കും. പ്രൊവൈഡഡ് അത് ഹിന്ദു ആചാരപ്രകാരവും അനുഷ്ഠാനപ്രകാരവുമാണ് നടത്തുന്നതെങ്കിൽ. അതല്ല എന്ന് ഹിന്ദു സംഘടനകളോ ആചാര്യന്മാരോ ചൂണ്ടിക്കാണിച്ചാൽ അതിനും കൂടുതൽ ശക്തി നൽകുകയും അവർക്ക് പ്രതിരോധം കൂടുതൽ ഉണ്ടാക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ അതും സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് ശരിക്കും അയ്യപ്പ സംഗമത്തിൽ നിന്നുള്ള വാക്കേ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ അയ്യപ്പനെ വിചാരിച്ച്, അയ്യപ്പനെ ധ്യാനിച്ച്, അയ്യപ്പൻ്റെ സ്തോത്രം ചൊല്ലി മാല ഇടുന്ന നിമിഷമാണ് നിങ്ങൾ അയ്യപ്പനാകുന്നത്. അതെ, ഈ മാല ഇട്ട് വ്രതം നോക്കി 41 ദിവസമോ 4 ദിവസമോ എത്ര ദിവസമായാലും നിങ്ങൾ ആ വ്രതം നോക്കി മല ചവിട്ടി അയ്യപ്പൻ്റെ സന്നിധിയിൽ നിങ്ങളും അയ്യപ്പനും ഒന്നായി കഴിഞ്ഞ് താഴെ ഇറങ്ങി ഈ മാല ഊരുമ്പോഴാണ് നിങ്ങൾ അയ്യപ്പനല്ലാതാകുന്നത്. അല്ല, ശബരിമലയിലും ഇതാണ് അയ്യപ്പൻ കഴിഞ്ഞാലും പരസ്പരം വിളിക്കുന്നത് പോലും എന്നാണ് മാത്രം വിളിക്കുന്നത്. കന്നി അയ്യപ്പൻ എന്നല്ലേ പിള്ളേരെ പോലും വിളിക്കുന്നത്. പോലീസ് അയ്യപ്പന്മാരെന്നാണല്ലോ. പോലീസ് അയ്യപ്പന്മാരെന്ന് പറയുന്നു. പിള്ളേരെ പോലും ഇങ്ങോട്ട് വാടാന്ന് പറയില്ല. അതെ, കന്നി അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അതിന് കാരണം ഇതാണ്. ആ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാലയിടുന്ന നിമിഷം നിങ്ങൾ അയ്യപ്പനായി കഴിയും. അയ്യപ്പനിലേക്ക് ലയിച്ചു ചേരുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. തിരിച്ച് നിങ്ങൾ സന്നിധാനത്ത് പോയി ആ ദർശനം കഴിഞ്ഞ് അയ്യപ്പനിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ലയിപ്പിച്ചതിന് ശേഷം താഴെ ഇറങ്ങി വന്ന് ഇത് ഊരുന്ന നിമിഷം മാത്രമേ നിങ്ങൾ വിജയാനന്ദാവുന്നുള്ളൂ, അല്ലെങ്കിൽ വേണുഗോപാലാവുന്നുള്ളൂ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നോക്കുമ്പം അയ്യപ്പ സംഗമം അല്ല ഇത് നടക്കുന്നത്. ഇത് നടക്കുന്നത് ചില അയ്യപ്പ പ്രോജക്റ്റ് റിപ്പോർട്ടർമാരുടെ സംഗമമായിട്ട് മാറും, അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി പണം നിക്ഷേപിക്കുന്നവരുടെ ഒരു സംഗമമായിട്ട് മാറും. അതാണ് ഹൈന്ദവ സംഘടനകൾ പലരും ചോദിക്കുന്നതും പറയുന്നതും ഇനി പുറത്തു വരാൻ ബാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.